നമസ്കാരം, ബിഗ് ടി ന്യൂസിലേക്ക് സ്വാഗതം. മുണ്ടയ്ക്ക് ചൂരൽമല ദുരന്തത്തിന്റെ അടിസ്ഥാനത്തിൽ 2000 കോടിയുടെ ഗ്രാന്റാണ് കേന്ദ്രത്തോട് ചോദിച്ചതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഗ്രാന്റ് നൽകാതെ ക്യാപെക്സ് സ്കീം അനുസരിച്ച വായ്പയാണ് അനുവദിച്ചത്. വായ്പ പെട്ടെന്ന് ചെലവഴിക്കുകയും വേണം. ഇത് തന്നെ വൈകി എന്നതാണ് യാഥാർത്ഥ്യമെന്നും കെ.എൻ. ബാലഗോപാൽ പ്രതികരിച്ചു. KR മീരയ്ക്കെതിരെ കേസെടുക്കാൻ പോലീസിന് ഭയമാണെന്ന് രാഹുൽ ഈശ്വർ. പുരുഷന്മാർ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ മാത്രമാണ് പോലീസുകാർ ആവേശം കാണിക്കുന്നത്. പരാതി നൽകിയിട്ടുണ്ടെങ്കിലും സാക്ഷ്യപത്രം നൽകാൻ പോലീസ് തയ്യാറാവുന്നില്ലെന്നും രാഹുൽ വ്യക്തമാക്കി. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ സ്വമേധയാ ഇടപെട്ട ഹൈക്കോടതി. വിഷയത്തിൽ ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി, വനവകുപ്പ് എന്നിവരോട് കോടതി വിശദീകരണം തേടി. ഗുരുവായൂർ ദേവസ്വം ലൈഫ് സ്റ്റോക്ക് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ തിങ്കളാഴ്ച നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, എസ് മുരളീകൃഷ്ണ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മുൻ അധ്യക്ഷൻ TP ശ്രീനിവാസനെ തല്ലിയത് മഹാ അപരാധമായി കാണുന്നില്ലെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. ഒരു വിദ്യാർത്ഥിയെ അങ്ങേയറ്റം കേട്ടാൽ അറയ്ക്കുന്ന തെറി വിളിച്ചപ്പോഴാണ് ആ വിദ്യാർത്ഥി TP ശ്രീനിവാസിന്റെ ചെവിട്ടത്തടിച്ചത്. അതിന് SFI മാപ്പ് പറയേണ്ടതില്ലെന്നും ആർഷോ പ്രതികരിച്ചു. കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയിടഞ്ഞ് 3 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ കേസെടുക്കാൻ വനം മന്ത്രി AK ശശീന്ദ്രന്റെ നിർദ്ദേശം. ആനയുടെ ഉടമസ്ഥർ, ക്ഷേത്രം ഭാരവാഹികൾ എന്നിവർക്കെതിരെ കേസ് എടുക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നാട്ടാനച്ചട്ടം ലംഘിച്ചുവെന്നും ആനകളുടെ കാലിൽ ഇടച്ചങ്ങല ഇല്ലായിരുന്നുവെന്നും വെടിക്കെട്ട് നടത്തിയത് നിയമം ലംഘിച്ചാണെന്നും മന്ത്രി കോഴിക്കോട് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. മഹാകുംഭമേളയിലെ വൈറൽ താരം മോനി ഫോസ്ലെ എന്ന മൊണാലിസ കോഴിക്കോടെത്തി. ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് മൊണാലിസ എത്തിയത്. സഹോദരനൊപ്പമാണ് മോനി എത്തിയത്. 15 ലക്ഷം രൂപയാണ് മോനി ഫോസ്ലെയെ കേരളത്തിലെത്തിക്കാനായി ബോബി ചെമ്മണ്ണൂർ നൽകിയതെന്നാണ് വിവരം. വാലന്റൈൻസ് ഡേ സമ്മാനമായി ബോബി ചെമ്മണ്ണൂർ മോനി ഫോസ്ലെയുടെ കഴുത്തിൽ സ്വർണ്ണമാല അണിയിച്ചു. 10,000 രൂപയ്ക്ക് കിട്ടുന്ന മാലയെന്നാണ് മൊണാലിസയ്ക്ക് മാല കൊടുത്തതിനു ശേഷം ബോബി പ്രതികരിച്ചത്. ചാലക്കുടി ഫെഡറൽ ബാങ്ക് ശാഖയിൽ വൻ കവർച്ച. 15 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പ്രാഥമിക നിഗമനം. ജീവനക്കാരെ ബന്ദികളാക്കിയാണ് പണം കവർന്നത്. മോഷണ സമയത്ത് മാനേജറും ഒരു ജീവനക്കാരനും മാത്രമാണ് ബാങ്കിൽ ഉണ്ടായിരുന്നത്. ഉച്ച സമയമായതിനാൽ മറ്റുള്ളവരെല്ലാം ഭക്ഷണം കഴിക്കാൻ പോയതായിരുന്നു. ബാങ്കിൽ ഉണ്ടായിരുന്ന മാനേജരെയും മറ്റു ജീവനക്കാരെയും കത്തികാട്ടി ഭീഷണിപ്പെടുത്തി ടോയ്ലറ്റിനുള്ളിൽ പൂട്ടിയിട്ട ശേഷമായിരുന്നു മോഷണം. ബാങ്കിനെ കുറിച്ച് നല്ല പരിചയമുള്ള ആരോ ആണ് കവർച്ച നടത്തിയതെന്നാണ് സംശയം. യൂട്യൂബ് ചാനലിലെ ഷോയിൽ അശ്ലീല പരാമർശം നടത്തിയെന്ന പരാതിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കേസെടുത്തതിനെതിരെ സോഷ്യൽ മീഡിയ താരം രൺബീർ അല്ലാബാഡിയ സുപ്രീം കോടതിയിൽ. വിവിധ സംസ്ഥാനങ്ങളിലായി FIRകൾ രജിസ്റ്റർ ചെയ്തതിനെതിരായ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് അല്ലാബാഡിയ ആവശ്യപ്പെട്ടു. ഹർജികൾ 2-3 ദിവസത്തിനകം പരിഗണനയ്ക്ക് വയ്ക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജയ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് അറിയിച്ചു. മണിപ്പൂരിൽ CRPF ജവാൻ 2 സഹപ്രവർത്തകരെ വെടിവെച്ച് കൊന്ന് സ്വയം ജീവനൊടുക്കി. 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വ്യക്തിപരമായ കാരണങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തന്നെ കിങ് എന്ന് വിളിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങളോട് അഭ്യർത്ഥിച്ച് മുൻ നായകനും അവരുടെ സ്റ്റാർ ബാറ്ററുമായ ബാബർ അസം. ത്രിരാഷ്ട്ര പരമ്പരയുടെ ഫൈനൽ പോരാട്ടത്തിന് മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ബാബർ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കിങ് എന്ന് വിളിക്കാവുന്ന നിലയിലേക്ക് ഒന്നും താൻ എത്തിയിട്ടില്ലെന്നാണ് താരത്തിന്റെ പ്രതികരണം.